അതായത് പ്രവൃത്തിയാലല്ല യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഏവർക്കും പാപമോചനം സാധ്യമാക്കുന്ന യാഗങ്ങളോ ബലികളോ കർമ്മങ്ങളോ ആചാരങ്ങളോ വഴിപാടുകളോ തീർത്ഥാടനങ്ങളോ പെരുന്നാളുകളോ തിരുനാളുകളോ നൊയമ്പുകളോ ഇല്ലാതെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരെയും സമ്പൂർണ്ണമായിട്ട് നീതീകരിപ്പാൻ യേശുക്രിസ്തുവിന്റെ രക്തം അപൂർണമായിട്ടും ശക്തമാണെന്ന് തെളിയിക്കപ്പെട്ടു. ആകയാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ വെച്ച് യാഗം നിർത്തലാക്കിയത് വഴി പൗരോഹിത്യം ഇനിയില്ല. എല്ലാ ജാതി മതസ്ഥരും പറഞ്ഞു ഇനിയും പൗരോഹിത്യമില്ല. നൂറ്റാണ്ടുകളായിട്ട് അല്ലയോ ക്രിസ്തീയ മതവിശ്വാസികളെ ഞാൻ ചോദിക്കട്ടെ, നൂറ്റാണ്ടുകളായിട്ട് നിങ്ങൾ ആചരിച്ചു വന്ന ആചാരങ്ങൾ ചെയ്തിട്ടും നിങ്ങൾ പാപികളും ദോഷികളുമായിട്ട് തുടരുന്നത് നിങ്ങളുടെ പിതാക്കന്മാരും പൂർവ്വപിതാക്കന്മാരും പുരോഹിതന്മാരും എന്ന് പറയും നിങ്ങൾ പാപികളാണെങ്കിൽ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് എന്ത്? നിങ്ങളുടെ വിശ്വാസം തെറ്റ്. ഞാനൊരു ഹിന്ദു മതത്തിൽ ജനിച്ചവൻ, പ്രിയപ്പെട്ടവരെ, പോകാത്ത ക്ഷേത്രങ്ങളില്ല, ഞാൻ ചെയ്യാത്ത വഴിപാടുകളില്ല, യാഗങ്ങളില്ല. രാഹുകാലത്ത് ഇന്ന് പോലും രക്ഷിപ്പാൻ ആ വിശ്വാസത്തിനും കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ പറയുവിന് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളൊരു പുതിയ പ്രവൃത്തി തുടങ്ങണമെങ്കിൽ രാഹുകാലത്തെ നോക്കണം. എൻ്റെ അമ്മാവനൊരു പൂജാരിയായിരുന്നു. അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡിയെ ആ വീട്ടിൽ നിന്ന് പുറത്തെടുക്കാൻ നേരം മകൻ ഓടി വന്നിട്ട് പറഞ്ഞു ഇപ്പോഴേ എടുക്കല്ലേ, എന്താ കാര്യം? രാഹുകാലം കഴിഞ്ഞിട്ടില്ലെന്ന്. അയ്യോ, രാഹുകാലത്ത് നിന്ന് പോലും നൂറ്റാണ്ടുകളായിട്ടുള്ള യാഗങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് രക്ഷയില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്ത് നേടി ലോകത്തില്? ഹൃദയത്തിന് സമാധാനം ഒരുത്തനുമില്ല. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സമാധാനം ഈ വർഷമില്ല. ഓരോ ദിവസവും പാപത്തിലേക്ക് കൂപ്പ് കുത്തിക്കൊണ്ട് നരകാഗ്നിയിലേക്ക് ഒടുങ്ങിപ്പോകുന്നു. എന്നാൽ യേശുക്രിസ്തു മരിക്കുമ്പോൾ ആ സാത്താന്റെ അധികാരങ്ങളെ തകർത്ത് കളഞ്ഞ്, പിശാചിന്റെ അധികാരങ്ങളെ തകർത്ത് കളഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ തിരികെ വാങ്ങി ലോകത്തിന് മേലും സാത്താന് മേലും ജയോത്സവം കൊണ്ടാടിയിരിക്കുന്നു. അവൻ അടക്കപ്പെട്ടു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് മൂന്നാം ദിവസം അവന് ഉയർത്തെഴുന്നേൽപ്പിച്ചത് വഴി ഇതാ യേശുക്രിസ്തു ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുവാനുള്ള സമയമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സുവിശേഷകന്മാരെ തല്ലിക്കൊന്നാലും ദേശത്ത് ഓടിച്ചാലും സത്യം ഇതൊന്നു മാത്രം, യേശുക്രിസ്തു മടങ്ങി വരുവാനുള്ള സമയമായിരിക്കുന്നു. അവൻ ഭൂമിയുടെ ഏകാധിപതിയായിട്ട് സർവാധിപതിയായിട്ട് ഇതാ വാനമേഘത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ അവന്റെ മുമ്പിൽ നിൽപ്പാൻ നിങ്ങൾ യോഗ്യത നേടേണ്ടതിന് അവൻ സകല ജാതി മതസ്ഥരോടും വിശേഷാൽ ക്രിസ്തീയ മതവിശ്വാസികളും പുരോഹിതന്മാരും ഉൾപ്പെടെ പള്ളിയിലച്ചനും തിരുമേനിമാരും ഉൾപ്പെടെയുള്ളവരോട് ദൈവം കൽപ്പിക്കുന്നു, മാനസാന്തരപ്പെടണം.